An article on dangers of drug abuse. Do you know the difference between an article and an essay? ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ന്യൂസ് പേപ്പറിലോ മാഗസീനിലോ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ആധികാരികമായി നമ്മൾ എഴുതുന്നതാണ് ആർട്ടിക്കിൾ. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സർവേസ് അല്ലെങ്കിൽ റിസർച്ച്, അനാലിസിസ്, എവിഡൻസ് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ആർട്ടിക്കിൾ എഴുതുന്നത്. ആർട്ടിക്കിൾസ് ഫോളോ ഹെഡിങ് ആൻഡ് സബ് ഹെഡിങ് ഫോർമാറ്റ്. ആർട്ടിക്കിളിൽ നമുക്ക് സബ് ഹെഡിങ്സ് എല്ലാം ഉൾപ്പെടുത്താം. ഇറ്റ് ഡസൻറ്റ് ഹാവ് എ കൺക്ലൂഷൻ ഇൻ ദ ലാസ്റ്റ്. ആർട്ടിക്കിളിൽ ലാസ്റ്റ് ഒരു കൺക്ലൂഷനായിട്ട് നമ്മൾ എഴുതണമെന്നില്ല. ദെൻ വാട്ട്സ് ആൻ എസ്സേ? എസ്സേ ഈസ് എ പീസ് ഓഫ് റൈറ്റിംഗ് ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എഴുതുന്നതാണ് എസ്സേ. ഇറ്റ്സ് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ റൈറ്റർക്ക് തൻ്റെ പേഴ്സണൽ വ്യൂസ് എല്ലാം ഈ എസ്സേയിൽ എക്സ്പ്രസ് ചെയ്യാം. ഇറ്റ് മേ നോട്ട് ഫോളോ ഹെഡിങ് ആൻഡ് സബ് ഹെഡിങ് ഫോർമാറ്റ്. എസ്സേയിൽ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒന്നും വേണമെന്നില്ല. ആൻ എസ്സേ ഹാസ് എ കൺക്ലൂഷൻ ഇൻ ദ ലാസ്റ്റ്. എസ്സേ എഴുതുമ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള പോയിൻറ്റ്സ് സമ്മറൈസ് ചെയ്ത് നമ്മളൊരു കൺക്ലൂഷൻ എഴുതണം. ഒരു ആർട്ടിക്കിളും എസ്സേയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ? പല കുട്ടികളും എന്നോട് ചോദിച്ച സംശയമാണ്, ടീച്ചർ എന്താ ഈ എസ്സേയും ആർട്ടിക്കിളും തമ്മിലുള്ള ഡിഫറൻസ്? ആർട്ടിക്കിൾ മനസ്സിലായല്ലോ? ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആധികാരികമായി സർവേസ്, റിസർച്ചിൻ്റെ ബേസിസിലൊക്കെ നമ്മൾ എഴുതുന്നതാണ്. അതിന് സബ് ഹെഡിങ്സ് കൊടുക്കാം, കൺക്ലൂഷൻ വേണമെന്നില്ല. എസ്സേ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് റൈറ്ററുടെ പേഴ്സണൽ വ്യൂസ് എല്ലാം എക്സ്പ്രസ് ചെയ്ത് സബ് ഹെഡിങ്സ് നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം, എന്നാൽ അതിനൊരു കൺക്ലൂഷൻ വേണം. എസ്സേയും ആർട്ടിക്കിളും എഴുതുമ്പോൾ ഏതാണോ ടോപ്പിക് അത് ടൈറ്റിൽ, ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതുക. ദെൻ ഡെവലപ്പ് ദ ടോപ്പിക്. എന്താണോ ടോപ്പിക് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് എഴുതുക. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുക്കുക. അത്രയേ ഉള്ളൂ. Now let's move on to the answer. An article on the dangers of drug abuse. First title കൊടുക്കുക. Then introduction paragraph. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിലെ ആ ലെസൺ നന്നായി വായിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം പോയിൻറ്റ്സ് ഈ ആർട്ടിക്കിളോ എസ്സേയോ സ്പീച്ചോ എഴുതാൻ നിങ്ങളെ സഹായിക്കും. ഈ ലെസൺ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ അല്ലെങ്കിൽ എസ്സേ അല്ലെങ്കിൽ ഒരു സ്പീച്ച് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ലുക്ക് അറ്റ് ദ ആൻസർ. ഡ്രഗ്സ് വെയർ ഡിസ്കവേർഡ് ടു പ്രിവെൻറ്റ് ആൻഡ് ക്യൂർ ഡിസീസസ്. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ പൊതുവിൽ നമ്മൾ മെഡിസിൻ എന്നാണ് അർത്ഥം. അത് കണ്ടുപിടിച്ചത് നമ്മുടെ ഡിസീസ്, അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുന്നതിന്, തടയുന്നതിനോ ക്യൂർ, സുഖമാക്കുന്നതിനോ വേണ്ടിയാണ്. ബട്ട് സംടൈംസ് ഡ്രഗ്സ് ക്യാൻ ഈവൻ ബി ഹാംഫുൾ. പക്ഷേ ചില സമയത്ത് ഡ്രഗ്സ്, ഈ മെഡിസിൻസും ഹാംഫുൾ, ദോഷകരമായി മാറാറുണ്ട്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ഡ്രഗ്സ് ഫോർ ക്യൂറിങ് ഡിസീസസ് ആൻഡ് ദ പബ്ലിക് എക്സ്പെക്ട് മിറക്കിൾസ് ഫ്രം ദം. ഡോക്ടേഴ്സ് ഈ മരുന്ന്, ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഫോർ ക്യൂറിങ് ഡിസീസസ്, നമ്മുടെ ഡിസീസ്, അസുഖം ക്യൂർ, സുഖമാകുന്നതിന് വേണ്ടിയാണ്. ബട്ട് ദ പബ്ലിക് എക്സ്പെക്ട് മിറക്കിൾസ് ഫ്രം ദം. പബ്ലിക്കായിട്ടുള്ള ആൾക്കാർ അതിൽ നിന്ന് മിറക്കിൾസ്, അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദിസ് അറ്റ്മോസ്ഫിയർ ലീഡ്സ് ടു ദ വൈഡ് യൂസേജ് ഓഫ് ഡ്രഗ്സ് ഇൻ ദ സൊസൈറ്റി. ഇത് സമൂഹത്തിൽ ഡ്രഗ്സ് വൈഡായിട്ട് ധാരാളം യൂസ് ചെയ്യുന്നതിന് ഇടയാക്കുന്നു. ഇറ്റ് മെയിൻലി അറൈസസ് ഡ്യൂ ടു ദ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പീപ്പിൾ. സാധാരണ ഇത് ആൾക്കാരുടെ തെറ്റിദ്ധാരണ മുഖാന്തരമാണ് ഉണ്ടാകുന്നത്. ദേ ബിലീവ് ദാറ്റ് ഡ്രഗ്സ് ക്യാൻ സോൾവ് ദെയർ പ്രോബ്ലംസ്. എല്ലാ മരുന്നും അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കും എന്ന് അവർ വിശ്വസിക്കുന്നു. ബട്ട് ആക്ച്വലി ദേ ആർ ലൂസിങ് ദെയർ കപ്പാസിറ്റീസ് ടു ഡീൽ വിത്ത് ലൈഫ് സിറ്റുവേഷൻസ് ത്രൂ പെർസിവറൻസ്, സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് മെൻ്റൽ ഇഫേർട്ട്. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് മെഡിസിൻ എടുക്കുന്നതിലൂടെ ജീവിതത്തിലെ സിറ്റുവേഷന് പേഴ്സിവറൻസ് എന്ന് പറഞ്ഞാൽ സഹനശക്തി, സെൽഫ് ഡിസിപ്ലിൻ, നമ്മുടെ ആ ഒരു സെൽഫായിട്ടുള്ള ഡിസിപ്ലിൻ, പിന്നെ മെൻ്റൽ എഫേർട്ട്, നമ്മുടെ മാനസികമായ എഫേർട്ടിലൂടെയൊക്കെ ജീവിതത്തിലെ കാര്യങ്ങളെ, സിറ്റുവേഷനെ നേരിടാനുള്ള ശക്തി എല്ലാ കാര്യങ്ങൾക്കും മെഡിസിൻ എടുക്കുന്നതിലൂടെ കുറയുന്നു.
Drug abuse has a major impact on individuals, families and communities. ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഡ്രഗ് മിസ്യൂസ് ചെയ്യുക. അതിൻ്റെ ഇമ്പാക്ട്സ്, അതിൻ്റെ ഫലങ്ങൾ ഇൻഡിവിജ്വൽസ് വ്യക്തിപരമായും ഫാമിലീസിലും അതുപോലെ കമ്മ്യൂണിറ്റീസ് നമ്മുടെ സമൂഹത്തിലുമെല്ലാം ഉണ്ടാകുന്നു. It may lead to social, physical, emotional and other job-related problems. ഇതിൻ്റെ മറ്റു പ്രശ്നങ്ങൾ സാമൂഹികപരമായും ഫിസിക്കലായും ഇമോഷണലായും പിന്നെ മറ്റ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടെല്ലാം അത് നയിക്കുന്നു. ഡു ഡ്രഗ്സ് അഫക്റ്റ് അസ്? ഡെഫിനറ്റ്ലി യെസ്. ഡ്രഗ്സ് നമ്മെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡ്രഗ്സ് അഫക്റ്റ് ദ ഹ്യൂമൻ മൈൻഡ്. പ്രധാനമായും ഡ്രഗ്സ് നമ്മുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നു. ഇൻ ജനറൽ, when a person is under the influence of drugs, his memory is blurred and has a lot of blank spots. അയാളുടെ മെമ്മറി എല്ലാം ബ്ലേർഡ്, മങ്ങിയതായി പോകുന്നു. ഡ്രഗ്സ് മേക്സ് ഓൺ ഫീൽ സില്ലി ആൻഡ് സ്ലോ ആൻഡ് ബിക്കം ദ മെയിൻ കോസ് ഓഫ് മെനി ഫെയിലുവേഴ്സ് ഇൻ എവറി ഡേ ലൈഫ്. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഡ്രഗ്സ് കാരണമാകുന്നു. ഇൻ സം കേസസ് ഡ്രഗ്സ് ആർ യൂസ്ഡ് ആസ് മെഡിസിൻസ്. ചില സമയത്ത് ഡ്രഗ്സ് മെഡിസിനായിട്ടും ഉപയോഗിക്കുന്നു. ബട്ട് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മെഡിസിൻസ് ആൻഡ് സെൻഷ്വൽ ഡ്രഗ്സ് ഈസ് സിമ്പിൾ. മെഡിസിനും സെൻഷ്വൽ ഡ്രഗ്സും തമ്മിലുള്ള ഡിഫറൻസ് വളരെ സിമ്പിളാണ്. സെൻഷ്വൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസസിനെ ഉത്തേജിപ്പിക്കുന്ന ഡ്രഗ്സ്. Sensual drugs are those that the body has no need for but that give the user a strong sense of pleasure. നമ്മുടെ ബോഡിക്ക് സെൻഷ്വൽ ഡ്രഗ്സ് ആവശ്യമില്ല, പക്ഷേ അത് യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു സെൻസ് ഓഫ് പ്ലഷർ എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ് കിട്ടുന്നു. ദീസ് ഡ്രഗ്സ് ആക്ടിവേറ്റ്സ് ദ പ്ലഷർ സെൻറ്റേഴ്സ് ഓഫ് ദ ബ്രെയിൻ. നമ്മൾ ഈ സെൻഷ്വൽ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിൻ സെൻസിൽ അതിന് ഓരോ സെൻറ്ററുണ്ട്, അതിൽ പ്ലഷർ സെൻറ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. സെൻഷ്വൽ ഡ്രഗ്സ് ഡിസ്റ്റർബ് അവർ സെൻസേഷൻസ്, മൂഡ്സ്, തോട്ട്സ് എക്സെട്ര which are governed by our brain through a complex series of chemically regulated controls. നമ്മൾ ഈ സെൻഷ്വൽ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സെൻസേഷൻ, മൂഡ്, തോട്ട്സ് എല്ലാം അഫക്റ്റ് ചെയ്യും. അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലെ കുറേ കെമിക്കൽ പ്രോസസ്സാണ്. ഇറ്റ് മേക്സ് അസ് ഡിസ്കംഫേർട്ട്. അത് അയാളെ ഡിസ്കംഫേർട്ട് ആക്കുന്നു. ദ അഡിക്റ്റ് ഫീൽസ് ഡിപ്രസ്ഡ്. അഡിക്റ്റിന് താനൊരു ഡിപ്രസ്ഡ് ആയതുപോലെ തോന്നുന്നു. ആൻഡ് ഫെയിൽസ് ടു റെസ്പോണ്ട് ഐദർ ടു ഹിസ് എൻവയോൺമെൻറ്റ് ഓർ ടു അതർ പീപ്പിൾ. മറ്റുള്ളവരോടോ സമൂഹത്തോടോ അയാൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഹിസ് മെൻ്റൽ ഡിസ്റ്റർബൻസ് ക്യാൻ ബി ക്വൈറ്റ് സിമിലർ ടു പാരനോയ. പാരനോയ എന്ന് പറഞ്ഞാൽ അതൊരു മെൻ്റൽ ഡിസീസാണ്. നമുക്ക് ഒരു ഹാലൂസിനേഷൻ പോലെയൊക്കെ തോന്നുന്നത്. അങ്ങനെ അയാൾക്കത് ഫീൽ ചെയ്യുന്നു. ഹി കനോട്ട് ഡിസേൺ ദ സോഴ്സ് ഓഫ് ഹിസ് പ്രോബ്ലം. എന്താണ് ഈ പ്രശ്നത്തിന് സോഴ്സ്, കാരണമെന്ന് കണ്ടുപിടിക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. ആൻഡ് ലുക്സ് ഫോർ ദ കോസ് ഇൻ എവറിത്തിങ്. എല്ലാവരിലും ആ കുറ്റം കണ്ടെത്തുന്നു. ബട്ട് ഹിംസെൽഫ്, തന്നിൽ മാത്രം കുറ്റം കാണുന്നില്ല. താൻ കുഴപ്പമില്ല, മറ്റുള്ളവരിലാണ് കുഴപ്പമെന്ന് അയാൾ പഴിചാരുന്നു. ദ അഡിക്റ്റ് ഓഫൻ ഫീൽസ് പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് ഹിം സ്ട്രേഞ്ച്ലി. മറ്റുള്ളവർ തന്നെ ഒരു സ്ട്രേഞ്ചായിട്ട് നോക്കുന്നു എന്ന് അയാൾക്ക് ഫീൽ ചെയ്യുന്നു. The addict can even lose his sense of being alive. ജീവിച്ചിരിക്കുന്നു എന്ന തോന്നൽ പോലും പലപ്പോഴും ഈ ഡ്രഗ് അഡിക്റ്റിന് നഷ്ടപ്പെടുന്നു. If drugs offered a safe form of pleasure, there might be few objections to using them. ഇതിങ്ങനെ പ്ലഷേഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും അത് യൂസ് ചെയ്യുന്നതിന് കുറേ ഒബ്ജെക്ഷൻസ് ഉണ്ട്. However, the claims that they are safe must be recognized as fake. ഇങ്ങനെ അവർ അത് നല്ലതാണ് എന്ന് പറയുന്നെങ്കിലും അത് ഫേക്കാണെന്ന് നമുക്ക് തിരിച്ചറിയാം. ഇൻ ദ ഫേസ് ഓഫ് ദ നോൺ കോൺസിക്വൻസസ് ഓഫ് കണ്ടിന്യൂഡ് ഡ്രഗ് യൂസ്. ഈ ഡ്രഗ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ ഫലങ്ങളുണ്ട്. റിയൽ ഡേഞ്ചേഴ്സ് എക്സിസ്റ്റ് ഓൾദോ ദ ഡ്രഗ് യൂസർ ഓഫൺ അസ്യൂംസ് ദേ ഡു നോട്ട്. ആ ഡ്രഗ് യൂസ് ചെയ്യുന്നവർ യാതൊരു തരത്തിലുള്ള ഡേഞ്ചേഴ്സ് ഇല്ല എന്നവർ പറഞ്ഞാലും ശരിക്കും ഡേഞ്ചേഴ്സ് ഉണ്ട്.
Because the harmful side effects are not immediately apparent. Harmful means ദോഷകരമായ ആ സൈഡ് ഇഫക്ട്സ് ഇമ്മീഡിയറ്റ്ലി അപ്പാരൻ്റ് അല്ല. അപ്പാരൻ്റ് മീൻസ് ക്ലിയർ, പെട്ടെന്ന് നമുക്കത് കാണാൻ പറ്റില്ല. മെയിൻലി ഇറ്റ് കോസസ് ദ ഡിപ്ലീഷൻ ഓഫ് ബ്രെയിൻ ഫങ്ഷൻസ്. പ്രധാനമായിട്ട് ആദ്യം അത് ചെയ്യുന്നത് ബ്രെയിൻ ഫങ്ഷൻസിനെല്ലാം തകരാറിലാക്കുന്നു. Similarly, there are several health disorders related to drugs. ഡ്രഗ് റിലേറ്റഡ് ആയിട്ട് ഹെൽത്ത് ഡിസോർഡേഴ്സ് ധാരാളം ഉണ്ടാകും. ഡ്രഗ് റിലേറ്റഡ് ആയ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് സാധാരണ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആ ക്വസ്റ്റ്യൻ ആൻസർ ഇനി പറയുന്നതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഡേർട്ടി നീഡിൽസ് ആൻഡ് സൊല്യൂഷൻസ് യൂസ്ഡ് ഫോർ ഇഞ്ചക്റ്റിംഗ് ഡ്രഗ്സ്. ഡ്രഗ്സ് ഇഞ്ചക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡേർട്ടി നീഡിൽസും സൊല്യൂഷൻസും എല്ലാം ദാറ്റ് ക്യാൻ കോസ് ആബ്സസസ് ഇൻ ദ ആംസ് ആൻഡ് വെയിൻസ്. നമ്മുടെ ആംസ്, കൈകളിൽ, അതുപോലെ വെയിൻസിലെല്ലാം ആബ്സസസ്, വ്രണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ്, ലിവർ ഡിസീസ്, വെനറിയൽ ഡിസീസ്. വെനറിയൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്ഷുവൽ പാർട്സിൽ ഉണ്ടാകുന്ന ഡിസീസസ് ആണ്. ആൻഡ് ഇൻഫെക്ഷൻ ഓഫ് ദ കിഡ്നീസ് ആൻഡ് ബ്രെയിൻ. നമ്മുടെ ബ്രെയിൻ, കിഡ്നി എല്ലാം ഇൻഫെക്ഷൻ ആകാൻ സാധ്യതയുണ്ട്. സ്നിഫിംഗ് ഓഫ് കൊക്കെയിൻ ആൻഡ് ആംഫിറ്റാമൈൻസ് ക്യാൻ ഡാമേജ് ദ ടിഷ്യൂസ് ഓഫ് നോസ്. ചില മയക്കുമരുന്നെല്ലാം നമ്മളിങ്ങനെ മൂക്കിലൂടെ ഇങ്ങനെ ശ്വസിച്ച് ആ ഒരു സുഖം കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ദാറ്റ് ക്യാൻ ഡാമേജ് ദ ടിഷ്യൂസ് ഓഫ് നോസ്. നമ്മുടെ മൂക്കിലെ ടിഷ്യൂസിനെല്ലാം ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ സ്നിഫിങ്ങിന് വേണ്ടി, സ്നിഫിങ് എന്ന് പറഞ്ഞാൽ മണപ്പിക്കുക, ഇങ്ങനെ വലിച്ചെടുക്കുന്ന, അങ്ങനെ എടുക്കുന്ന ഡ്രഗ്സിൻ്റെ പേരുകളാണ് കൊക്കെയിൻ, ആംഫിറ്റാമൈൻസ്. അത് നമ്മുടെ മൂക്കിലെ, നോസിലെ ടിഷ്യൂസ് ഡാമേജ് ചെയ്യും. ടൊബാക്കോ സ്മോക്കിംഗ് ക്യാൻ കോസ് ലങ് ഡിസീസസ്. ടൊബാക്കോ സ്മോക്കിംഗ്, പുകയില അല്ലേ, പുകയില നമ്മൾ സ്മോക്കിംഗ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ലങ് ഡിസീസ് ഉണ്ടാകാം. അതും ഒരു ടൈപ്പ് സെൻഷ്വൽ ഡ്രഗാണ്. ബേബീസ് ഓഫ് വിമൻ അഡിക്റ്റഡ് ടു ഓപ്പിയേറ്റ്സ് ആർ ലൈക്ലി ടു ബി ബോൺ അഡിക്റ്റഡ് ആൻഡ് ടു സഫർ ഫ്രം വിഡ്രോവൽ സിംറ്റംസ്. ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കുന്ന പ്രഗ്നൻ്റ് ലേഡീസിൻ്റെ കുഞ്ഞുങ്ങൾ, അവർ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഡ്രഗ് കിട്ടാൻ വേണ്ടിയിട്ട് അവരതിൻ്റെ ടെൻഡൻസി കാണിക്കാറുണ്ട്. അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ ഡ്രഗ് കിട്ടാതെ വരുമ്പോൾ ദേ വിൽ ഷോ വിഡ്രോവൽ സിംറ്റംസ്. വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കിട്ടാതെ വരുമ്പോൾ നമ്മൾ കാണിക്കുന്ന ആ ഒരു ഫീലിങ്സാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് മദ്യം ഉപയോഗിക്കുന്ന ആളിന് മദ്യം കിട്ടാതെ വരുമ്പോൾ അയാൾക്ക് കുറേ ഷിവറിങ്, അങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കും. അതാണ് വിഡ്രോവൽ സിംറ്റം. A drug user's way of life makes him more susceptible to pneumonia, tuberculosis, etc. ഡ്രഗ് യൂസ് ചെയ്ത് ബോഡി വീക്കായിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ന്യൂമോണിയ, ട്യൂബർക്കുലോസിസ് എല്ലാ ഡിസീസും അഫക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ദേ ആർ സസെപ്റ്റിബിൾ. അതിനെല്ലാം പെട്ടെന്ന് വിധേയരാകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഫൈനലി, an overdose of any of these essential drugs can lead to respiratory or cardiac failure or death. അവസാനം ഈ സെൻട്രൽ ഡ്രഗ്സ് ഏതെങ്കിലും ഓവർഡോസ് ആവുകയാണെങ്കിൽ ദാറ്റ് മേ ലീഡ് ടു റെസ്പിറേറ്ററി മീൻസ് നമ്മുടെ ശ്വാസ സംബന്ധമായ അസുഖങ്ങളോ, കാർഡിയാക് ഫെയിലുവർ, നമ്മുടെ ഹൃദയ സംബന്ധമായ തകരാറുകളോ, അല്ലെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു ഡെത്ത്. ഓൾസോ trying illegal drugs can eventually lead to a strong and even lifelong addiction which will gradually leads to death. ഇങ്ങനെ ചില ഡ്രഗ്സിന് അഡിക്റ്റ് ആകുമ്പോൾ അത് അവരുടെ ലൈഫ് ലോങ് അഡിക്ഷനായി മാറും. പിന്നെ ഗ്രാജുവലായിട്ട് ദേ വിൽ ലീഡ് ടു ഡെത്ത്. അത് അവരെ മരണത്തിലേക്ക് നയിക്കും. ഫൈനലി, everyone should involve with their family and friends for their problems. അവസാനം എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾക്ക് ഫാമിലിയെയും ഫ്രണ്ട്സിനെയും എല്ലാം അവരിൽ മുഴുകേണ്ടി വരും. ആൻഡ് ഷുഡ് റിസോൾവ് ദ മാറ്റർ ത്രൂ അതർ ഓപ്ഷൻസ് അതർ ദാൻ ഡ്രഗ്സ്. അവസാനം ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി മറ്റു ഓപ്ഷൻസ് തേടേണ്ടി വരും. ദർ ഈസ് നോ മോർ ഹാം കോസ്ഡ് ബൈ എനിത്തിങ് അതർ ദാൻ ഡ്രഗ്സ്. ഈ ഡ്രഗ്സ് ഉണ്ടാക്കുന്ന ഹാംഫുൾ എന്ന് പറഞ്ഞാൽ ദോഷകരമായ ആ കാര്യങ്ങളെക്കാളും ഹാംഫുള്ളായിട്ടുള്ള മറ്റൊരു കാര്യവുമില്ല. എന്തെങ്കിലും കുറച്ചൊക്കെ മനസ്സിലായല്ലോ? കൂടുതൽ പോയിൻറ്റ്സ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്,
ടെക്സ്റ്റ് വായിച്ച് മാക്സിമം പോയിൻറ്റ്സ് കളക്ട് ചെയ്യുക. ഈ ലെസൺ ബേസ് ചെയ്ത ആർട്ടിക്കിൾ, എസ്സേ, സ്പീച്ച് ഏതായാലും നിങ്ങൾക്ക് ഇതിലെ മെയിൻ പോയിൻറ്റ്സ് എഴുതിയാൽ മാർക്ക് കിട്ടും. See you soon in the next video. Bye bye.